പെട്ടെന്നൊരു തണുത്ത പുഡിങ് കഴിക്കാൻ തോന്നി. പക്ഷെ അതുണ്ടാക്കാൻ ഒരുപാട് സമയമൊന്നും നമ്മുടെ ഇല്ല. അതുപോലെ ഒരുപാട് ഇൻഗ്രീഡിയൻസും ഇല്ല. എങ്കിൽ ഇതേപോലൊരു തട്ടിക്കൂട്ട് പുഡിങ് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം ഒരു കപ്പ് പാല് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് തിളപ്പിക്കാൻ വെക്കുക. പിന്നീട് ഒരു ബൗളിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും പിന്നെ കസ്റ്റാർഡ് പൗഡർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ടിട്ട് തണുത്ത പാല്, നമ്മൾ തിളപ്പിക്കാത്ത പാലില്ലേ, തണുത്ത പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ അതും ഏകദേശം 1 കപ്പോളം ഉണ്ട്. ഈ പാലൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്കൊരു 3 മുതൽ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം, നിങ്ങളുടെ മധുരത്തിനനുസരിച്ച്. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ മധുരം ഇട്ട് കൊടുത്ത്. ഇനി പാൽ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മിക്സ്ചർ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കൈ വിടാതെ തന്നെ ഇളക്കി കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഒരു 1 to 2 മിനിറ്റ്സിനുള്ളിൽ ഇത് നല്ല തിക്കായിട്ട് വരാനായിട്ട് തുടങ്ങും. ഈ ഒരു പരുവം എത്തുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇതിൽ കൂടുതലായി കഴിഞ്ഞാൽ ഭയങ്കര തിക്കായിപ്പോൾ. ഇനി നമുക്കിത് ചൂടോടെ തന്നെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഒന്നെങ്കിൽ ഒരു ഗ്ലാസിൻ്റെ എന്തെങ്കിലും ഒരു ബൗളോ ട്രേയോ അല്ലെങ്കിൽ ഒരു ബേക്കിംഗ് ട്രേ, അങ്ങനെ എന്തെങ്കിലും ആയോ, ചൂടോടെ തന്നെ നിങ്ങൾക്കത് അതിലേക്ക് ഒഴിച്ച് മാറ്റി വെക്കാം. ഇനി ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. 1 മണിക്കൂർ വെക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ സെറ്റാവും. ഞാനിപ്പോൾ ഇത് എനിക്ക് ഒട്ടും ക്ഷമയില്ലാഞ്ഞിട്ട് ഞാനൊരു 1/2-3 മണിക്കൂർ മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനിത് അൺമോൾഡ് ചെയ്തപ്പോൾ ഷേപ്പിന് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷേ ടേസ്റ്റിനെ അത് ബാധിച്ചിട്ടില്ല കേട്ടോ. ഷേപ്പിന് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ തികച്ച് വെച്ചെന്നുണ്ടായിരുന്നെങ്കിൽ ഇത് കറക്റ്റ് ഷേപ്പിൽ തന്നെ വന്നേനെ. എന്നാലും വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. സെയിം ടേസ്റ്റ് തന്നെയാണ്. നമ്മളത് അൺമോൾഡ് ചെയ്തപ്പം ചെറുതായിട്ടൊന്ന് ചളിങ്ങി പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല. അടിപൊളിയാണ്. നല്ല എന്താ പറയുന്നത്, ഈ വായിലിട്ട് അലിഞ്ഞു പോകുന്നൊക്കെ പറയുന്ന സംഭവമില്ലേ, അത് തന്നെ. ആ സംഭവം നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഒന്ന് വായിലോട്ട് ഇട്ടാൽ മതി, ഭയങ്കരമായിട്ട് അലിഞ്ഞു പോകും. ഇനി അങ്ങനെയൊന്നും മോൾഡ് ഒക്കെ ഇട്ട് ഷേപ്പിലൊന്നും കഴിക്കണ്ടെങ്കിൽ ഇതേപോലെ എടുത്ത് കഴിച്ചാലും മതി. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട.